ഹായ് ഫ്രണ്ട്സ്, പോട്ടറി പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു ചെറിയ പോട്ടിൽ നമുക്കൊരു ചെറിയ മിനിയേച്ചർ ഗാർഡനായിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കൊക്കോപീറ്റും മണ്ണും മാത്രമാണ് ഇപ്പോൾ നമ്മളിതിൽ എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ നാടൻ അരേലിയാണ്. ഇത് നമുക്ക് ഇതിൽ മിനിയേച്ചർ ഗാർഡനിൽ നമുക്കൊരു ട്രീ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത്. ഇത് അത്യാവശ്യം ഒരു വലിയ മരമായിട്ട് മാറുന്ന ഇതാണ്. പിന്നെ എടുത്തേക്കണത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സിങ്കോണിയം, കുഞ്ഞിലകളൊക്കെ ആയിട്ട് 2 കളറുണ്ട്. പിങ്ക് സിങ്കോണിയം ഉണ്ട്, പിന്നെ ഗ്രീൻ കളർ സിങ്കോണിയം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി അതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ഈ അരേലിയ നമുക്ക് ഒരു ട്രീയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെക്കണം. 3/4 ഭാഗത്തോളമാണ് നമ്മളിപ്പോൾ മണ്ണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യം വല്ലാതെ ആഴത്തിൽ വെക്കണ്ട, കാരണം അതിൻ്റെ മുകളിൽ ഇനി മണ്ണ് വരുമ്പോൾ അതവിടെ പിടിച്ച് നിന്നോളും. ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ട് വെച്ചിട്ട് വേണം. ബാക്കിയുള്ള ചെടികൾക്ക് അത്ര അധികം വേര് വരില്ലല്ലോ, സിങ്കോണിയാണ്. ഒരു സൈഡിലായിട്ടൊരു മരം നിൽക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ അങ്ങനെ ഒരു സൈഡിലായിട്ട് തന്നെ നാടൻ അരേലിയ വെച്ചു. ഇനി നമുക്ക് പിങ്ക് സിങ്കോണിയം വെക്കണം. അതിന് വേണ്ടിയിട്ട് കൊക്കോപീറ്റാണ് കൂടുതൽ ഇട്ടേക്കണത് മണ്ണിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ കൈകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ താഴ്ത്തി വെക്കാനും പറ്റുന്നുണ്ട്. പിന്നെ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ കൊക്കോപീറ്റ് കൂടുതലിട്ട് തന്നെ വെക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലത്. അടുത്തതായിട്ട് നമുക്ക് ആ ഗ്രീൻ കളറുള്ള സിങ്കോണിയം കൂടി വെക്കാം. രണ്ടും ഇങ്ങനെ സൈഡ് ചേർത്ത് തന്നെയാണ് വെച്ചേക്കണത്. അപ്പോൾ ഇത് രണ്ടും ഹാങ് ചെയ്ത് വരുന്ന ചെടി കാരണം കൊണ്ട് അതിന് ആ സൈഡിൽ കൂടെ അങ്ങനെ ഹാങ് ചെയ്ത് വന്നോളും. ആ 2 കളറായിട്ട് താഴേക്ക് വന്നോളും കുറച്ച് നാൾ കഴിയുമ്പോൾ. പിന്നെ നമ്മുടെ നാടൻ അരേലിയ അത്യാവശ്യം പോട്ടിൽ വെച്ചാലും നല്ല ഹൈറ്റിൽ ശരിക്കൊരു ട്രീ ഷേപ്പിൽ തന്നെ അത് വരും. ഇനി ഇതിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മൾ എപ്പീഷ്യ പ്ലാന്റാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളെല്ലാവരും കാണുന്ന പ്ലാന്റാണ്, എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റാണ്. റെഡ് കളർ ഫ്ലവർ ഇടുന്നത്. അതും അത്യാവശ്യം അതിങ്ങനെ താഴേക്ക് തന്നെ ഹാങ് ആയി വരേണ്ടതാണ്. അപ്പം നമ്മൾ 3 ടൈപ്പ് ചെടിയും ഹാങ് ആവണത് ഒരു ഫ്ലവറിങ് പ്ലാന്റും 2 ഇൻഡോർ പ്ലാന്റും കൂടി ആ സൈഡിൽ വെച്ചു. ശരിക്കും പറഞ്ഞത് എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ്, ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ്. ഈ എപ്പീഷ്യയും ഫ്ലവറിങ് പ്ലാന്റ് ആണെങ്കിലും അതും ഷെയ്ഡ് ലവിങ് ആണ്. അതിനും അധികം വെയിലൊന്നും പറ്റാത്ത ചെടിയാണ്. അപ്പം അങ്ങനെയുള്ള ചെടികളാണ് ഇങ്ങനെ ഒരു മിനിയേച്ചർ ഗാർഡനും അങ്ങനെ കണ്ടെയ്നർ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ സ്വഭാവമുള്ള ചെടികൾ സെലക്ട് ചെയ്ത് ചെയ്യണം. ഇനി നമ്മുടെ ട്രീയുടെ ചുറ്റും നമ്മൾ കുറച്ച് പെബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 പെബിൾസ് ചുമ്മാ വെറുതെ ഇങ്ങനെ ചുറ്റുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ വിചാരിച്ച് മിക്ക പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. വല്ലാതെ വളരാൻ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും. അപ്പോൾ ആ ഗ്യാപ്പ് വിട്ടിട്ട് ഇതൊക്കെ കുറച്ചും കൂടി ഇലകളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ക്യൂട്ടായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഇതൊക്കെ വലുതാവും തോറും ഇലകളും വലുതാവുമ്പോൾ അതിൻ്റെ ഭംഗി പോകും. അപ്പോൾ അത് വളർന്നിങ്ങനെ ഹാങ് ആവുന്നതനുസരിച്ച് നമ്മളതിനെ വെട്ടി കൊടുക്കണം. എന്നാലാണ് അത് ക്യൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇത്രയും കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നിയതിൽ നമുക്ക് ആ പോട്ടി മിക്സ് കുറേയൊക്കെ പുറത്ത് കാണുന്ന ഭാഗത്തൊക്കെ ചെറിയൊരു ലോൺ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് പ്ലാന്റ് അരേലിയ തന്നെ ഒരു 3-4 കട്ടിങ്സ് എടുത്തിട്ട് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളൊരു പച്ചപ്പിൽ തന്നെ അതിൻ്റെ ഉൾഭാഗം പച്ചയായിട്ട് തന്നെ നിന്നോളൂ. അതല്ലെങ്കിൽ നമ്മുടെ ആ പോട്ടി മിക്സ് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് കാണിക്കും. ഇതിപ്പോൾ ഒരു ചെറിയൊരു ലൈനായിട്ട് അത് അരേലിയയുടെ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് നമ്മളിതിൽ വെച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.